പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്നലെ കുമ്പസാരത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. കുമ്പസാരത്തിൽ പാപമോചനം പ്രാപിച്ച് കഴിയുന്ന വ്യക്തി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ധ്യാനിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അവസരങ്ങളിൽ കുമ്പസാരിക്കുന്നവരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ചിലരൊക്കെ ഇതുപോലെ തിരുത്തി ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഈ പാപമോചന ആശീർവാദം കിട്ടിക്കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ദിവ്യകാരുണ്യ സന്നിധിയിലോ പരിശുദ്ധ കുർബാന ഇല്ലാത്തൊരു സ്ഥലത്താണ് കുമ്പസാരിക്കുന്നതെങ്കിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് നിങ്ങൾ ശാന്തമായിരിക്കണം. ഒന്നുകിൽ മുട്ടുകുത്താം, അല്ലെങ്കിൽ അവിടെ ഇരിക്കാം. അത് ഇരിക്കാനും മുട്ടുകുത്താനും പറ്റാത്ത സ്ഥലമാണെങ്കിൽ അവിടെ നിന്നുകൊള്ളുക. ഒറ്റ കാര്യമേ ഉള്ളൂ, മനസ്സ്, ആത്മാവ്, ഈ രണ്ട് ഇൻറ്റേർണൽ ഫാക്കൽറ്റീസിനെ ദൈവത്തെങ്കിലേക്ക് എത്തിരിക്കണം. മനസ്സ് തുറന്നു വെക്കണം, ആത്മാവിനെ തുറന്നു വെക്കണം. മനസ്സിലേക്ക് ലോകത്തിൻ്റെ പല വിചാരങ്ങളും ലോകത്തിൻ്റെ മറ്റ് ചിന്തകളൊന്നും കൊണ്ടുവരരുത്. തിരിച്ചു പോകാൻ, വീട്ടിലേക്ക് പോകാൻ, അങ്ങോട്ട് പോകാനുള്ള വണ്ടി എപ്പം വരും, ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്യണം, മാർക്കറ്റിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള പല വിചാരത്തോടെയാണ് ഈ പ്രായശ്ചിത്ത കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലമില്ല. ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് സഭ പുരോഹിതൻ വഴി നൽകുന്ന പ്രായശ്ചിത്തം നിങ്ങളുടെ അനുതാപത്തിൻ്റെയും നിങ്ങളുടെ ഒരു പ്രതിജ്ഞയുടെയും ഫലമായി നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രായശ്ചിത്തത്തിൻ്റെ ഫലമായിട്ടല്ല നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടത്. നിങ്ങൾ ചെയ്യുന്ന പ്രായശ്ചിത്ത പ്രവൃത്തിയുടെ വലുപ്പവും ചെറുപ്പവും നോക്കിയല്ല നിങ്ങളുടെ പാപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ഫലമായി കിട്ടേണ്ട അഭിഷേകം നിങ്ങൾക്ക് കിട്ടുന്നത്. ആ നിമിഷങ്ങളിൽ ഒരു വലിയ കാര്യം ചെയ്യാനുണ്ട്. അതിഘോരമായ അനേകം പാപങ്ങൾ ചെയ്ത, മാരക പാപങ്ങൾ ഒത്തിരിയുള്ള ഒരു വ്യക്തി ഏതാണ്ട് 1 മണിക്കൂർ നേരമെടുത്ത് കരഞ്ഞ് അദ്ദേഹം കുമ്പസാരിച്ചു. 1 മണിക്കൂർ വരെ എടുത്തു. വിദേശ രാജ്യത്താണ്. ജനുവിനായ കുമ്പസാരം വരുന്നു. പുറത്ത് 10-100ഓളം പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് സംഘാടകർക്കൊരു ചെറിയ ഒരു കുരുത്തക്കേട് തോന്നി. ഒരു 3 തവണ ഒരു വാതിൽ തുറന്ന് നോക്കി എനിക്ക് മുന്നറിയിപ്പ് തരികയാണ്, പുറത്ത് ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നു, കുമ്പസാരം സ്പീഡിലാക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന അനുദപിക്കുന്ന ബാബയുടെ അവസ്ഥ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. അയാൾ കരഞ്ഞു കുമ്പസാരിക്കുന്നത് 100% ആത്മാർത്ഥതയോടെയാണ്. മാത്രമല്ല സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ വ്യക്തമായിട്ടും സത്യസന്ധമായിട്ട് ആൾ കുമ്പസാരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും പൂർണ്ണമായ അനുതാപത്തോടെ ദൃഢപ്രതിജ്ഞയോടെ ഒരു സത്യസന്ധതയോടെ കുമ്പസാരിച്ചുകൊണ്ട് നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ അയാളോട് പറഞ്ഞു, രാത്രി ഉറങ്ങാത്തതിന് കാരണം എന്താ? എൻ്റെ പാപങ്ങൾ ഓർത്ത് രാത്രി മുഴുവൻ ഞാൻ കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞു, കുറ്റബോധം കൊണ്ട് കരയുന്നവരുണ്ട്, അനുതാപം കൊണ്ട് കരയുന്നവരുണ്ട്. അനുതാപം കൊണ്ട് കരയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു പാപിയെ പാപബോധത്തിലേക്ക് നയിക്കുമുണ്ടാകുന്നതാണ് അനുതാപം. പിശാചൊരു വ്യക്തിയെ പാപത്തിൻ്റെ ഭീകര അവസ്ഥ കാണിച്ചുകൊണ്ട് വിഷം കുത്തിവെക്കുമ്പോഴാണ് കുറ്റബോധം വരുന്നത്. അതവനെ നാശത്തിലേക്ക് നയിക്കാനാണ്. ഞാൻ ചോദിച്ചു, കുറ്റബോധത്തോടെയാണോ കരഞ്ഞത്, അനുതാപത്തോടെയാണ്? അനുതാപത്തോടെ. എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിച്ച് ഓർത്ത്, ഞാൻ വഴി അനേകം മനുഷ്യർക്ക് ദുരിതങ്ങളുണ്ടായതിനെ ഓർത്ത്, എൻ്റെ തന്നെ ആത്മീയ അഭിഷേകവും വളർച്ചയും തടഞ്ഞതിനെ ഓർത്ത് എനിക്കുണ്ടായ ദുഃഖമാണ്. ഞാൻ ആരാളുടെ ആളായിരുന്നു, ഞാൻ എവിടെ എത്തിച്ചേരേണ്ട ആളായിരുന്നു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഇപ്പം നിങ്ങളോട് പറയാം. അത് കുമ്പസാരത്തിന് ശേഷം പറഞ്ഞാണ്ട് കുമ്പസാരത്തിൻ്റെ ഭാഗമല്ല. ഞാൻ സെമിനാരിൽ ചേരാൻ എല്ലാം ഒരുങ്ങിയിരുന്ന് സെമിനാരിൽ ചേരുന്ന തലേ ദിവസം കൂട്ടുകാരെല്ലാവരും കൂടെ പറഞ്ഞു, നമുക്ക് ഒരു പരിപാടിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാം. കേരളത്തിന് പുറത്തൊരു സ്ഥലത്തേക്ക്. അന്ന് അവരെല്ലാം കൂടെ പിക്നിക്കിന് പോയി. അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരുടെ മോശമായ സ്വഭാവത്തിലൂടെ അവർ ഇവനെ വഴിതെറ്റിക്കാൻ വേണ്ടി മദ്യം കുടിപ്പിച്ചു. ഞാൻ സ്ഥലം പറയുകയാണ്, ഗോവയ്ക്കാണ് പോയത്. ഗോവയിൽ പോയി മദ്യം കഴിച്ചു. അത് കഴിഞ്ഞ് ഈ കൂട്ടുകാർ ഇവനെ 6ാം പ്രമാണ ലംഘനത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക് നയിച്ചു. പ്രീമാരിറ്റൽ സെക്സ് എന്ന് പറയുന്ന ഫോർണിക്കേഷൻ വ്യഭിചാരം തന്നെയാണ്. ആ ഒറ്റ കാരണത്താൽ ഹോസ്യ 5:4 വചനമുണ്ട്, കർത്താവിലേക്ക് മടങ്ങിപ്പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല, കാരണം വ്യഭിചാര ദുർഭൂതം അവർ കുടികൊള്ളുന്നു.
അത് പ്രവേശിച്ച നിമിഷം മുതൽ പൗരോഹിത്യത്തോട് വെറുപ്പും അറപ്പുമായി. പിന്നീട് മോശപ്പെട്ട ജീവിതം ആരംഭിച്ചു. കൂട്ടുകാരുടെ കൂടെ അന്ന് പോകരുതെന്ന് അപ്പനും അമ്മയും അവൻ്റെ അമ്മയുടെ ആങ്ങളെയും പറഞ്ഞതാണ്. അത്രയും പേര് പറഞ്ഞിട്ട് അവർ കേൾക്കാതെ കൂട്ടുകാരെ സന്തോഷിപ്പിക്കേണ്ടി പോയതാണ്. അതിനെയൊക്കെ ഓർത്തുള്ള ദുഃഖമാണ്. തൻ്റെ പൗരോഹിത്യത്തിലേക്കുള്ള വിളി കിട്ടിയ തൻ്റെ കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദൈവത്തോട് നോ പറഞ്ഞ പിശാചിനോട് യേശു പറഞ്ഞതിൻ്റെ ഫലമായി താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഈ ജീവിതം, പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ആ ഭാര്യയുമായി പിന്നിച്ച് കലകിച്ച് വേർപിരിഞ്ഞ് കഴിയുന്നു. അതിൻ്റെ ദുഃഖ ദുരിതങ്ങളുടെ വലിയ ഒരു കണ്ണീർ കയത്തിലാണ് അയാൾ. അവിടെ കിടന്ന് കൈകാലിട്ട് അടിക്കുമ്പോഴാണ് വിദേശ രാജ്യത്ത് ഞാൻ അവിടെ ധ്യാനിപ്പിക്കാൻ ചെന്നത്. പൊട്ടിക്കരഞ്ഞു കുമ്പസാരിച്ച ഈ വ്യക്തി, ഞാൻ അയാളോട് പറഞ്ഞു, ഇപ്പോൾ ഒറ്റ പ്രായശ്ചിത്തം ചെയ്താൽ മതി. അപ്പോൾ അയാളൊരു വലിയ പ്രായശ്ചിത്തം പ്രതീക്ഷിച്ചിരിക്കുക, കാരണം അത്രമാത്രം പാപങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, പാപം ക്ഷമിച്ച കർത്താവിന് 1 മണിക്കൂർ നേരം നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുക. അവിടെ പരിശുദ്ധമായി എതിർച്ച് വെച്ചൊരു മുറി ഉണ്ടായിരുന്നു, മധ്യസ്ഥ പ്രാർത്ഥന മുറി. അവിടെ പോയിരുന്ന് കുരിശിൻ്റെ വഴിയെടുത്താൽ ഞാൻ പറഞ്ഞില്ല, ഉപവസിക്കാൻ ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവേ നന്മ പറഞ്ഞോ പ്രാർത്ഥന ചൊല്ലാനും ഞാൻ പറഞ്ഞില്ല. ഒറ്റ കാര്യം ചെയ്യുക, പാപം ക്ഷമിച്ച കർത്താവിന് നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറെ പ്രാർത്ഥനകൾ വരാം. എത്രയും ദയുള്ള മാതാവേ പ്രാർത്ഥനയായിരിക്കാം, വിശ്വാസ പ്രമാണമായിരിക്കാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിൻ്റെ പ്രാർത്ഥനയായിരിക്കാം, നന്മ നിറഞ്ഞ പ്രാർത്ഥനയായിരിക്കാം. പക്ഷേ ആ പ്രാർത്ഥിക്കുന്നത് സന്തോഷത്തോടെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കണം. ദുഃഖത്തോടെ ആകരുത്, നിരാശയോടെ ആകരുത്, കുറ്റബോധത്തോടെ ആകരുത്. സന്തോഷത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവത്തിന് നന്ദി പറയാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത്രയും പാപം ഉണ്ടായിട്ടും അച്ഛൻ എന്നോട് പറയുന്നത് ചെറിയൊരു പ്രായശ്ചിത്തമാണോ പറഞ്ഞത്? ഞാൻ ചോദിച്ചു, സഹോദരൻ ചെയ്യാൻ പോകുന്ന പ്രായശ്ചിത്ത പ്രവൃത്തികൾ, നടത്താൻ പോകുന്ന പ്രാർത്ഥന കൊണ്ടാണ് പാപം ക്ഷമിച്ചെന്ന് കരുതുന്നുണ്ടോ? അല്ല, പാപ ഈശോ ക്ഷമിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ നിന്ന് കരഞ്ഞില്ലേ? ആ സമയത്തുണ്ടായ കാര്യം എന്താണെന്നറിയാവോ? സങ്കീർത്തനം 32:5 അത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകത്ത് ഞാൻ മറച്ചു വെച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ തന്നെ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. പാപങ്ങൾ ഏറ്റുപറയാൻ തീരുമാനമെടുത്ത നിമിഷം തന്നെ പാപമോചനം കിട്ടിക്കഴിഞ്ഞു. ഐ റിപ്പീറ്റ്, ഞാൻ ആവർത്തിക്കുക, പാപങ്ങൾ ഏറ്റുപറയാൻ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തി, അനുതാപത്തോടെ തീരുമാനമെടുക്കുന്ന വ്യക്തിക്ക് ആ നിമിഷം തന്നെ പാപമോചനം, പാപവിടുതൽ കിട്ടി. പക്ഷേ അതിൻ്റെ ഫലമായി കിട്ടേണ്ട അഭിഷേകത്തിന് കുമ്പസാരിക്കാൻ പോകണം. ഈ പാപമോചനം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഫലമായി കിട്ടേണ്ട അഭിഷേകം, ആത്മാവിൻ്റെ ആരോഗ്യം, വളർച്ച, അത് സംഭവിക്കണമെങ്കിൽ കുമ്പസാരത്തിൽ അത് ഏറ്റു പറയണം. മറച്ചു വെക്കാതെ, ഒന്നും ഒളിച്ചു വെക്കാതെ മുഴുവനും പറയണം. അപ്പോൾ അയാൾ പെട്ടെന്ന് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ കരുണ ഇത്ര വലുതാണെന്നും സ്നേഹം ഇത്ര വലുതാണെന്നും കുമ്പസാരകുദാശ ഇത്ര പ്രധാനപ്പെട്ട ഞാനിപ്പോഴാണ് അറിയുന്നത്. അയാൾ പാപമോചനാശീർവാദം വാങ്ങിയിട്ട് തിരികെ പോയി. അന്നത്തെ വൈകുന്നേരത്തെ ശുശ്രൂഷ 5 മണിക്ക് ആരംഭിക്കേണ്ടത്. ഞാൻ 4 മണിക്ക് കുമ്പസാരം അവസാനിപ്പിച്ചപ്പോൾ കുറേ പേര് കിടന്നിപ്പോട്ടെ. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളൊക്കെ കുമ്പസാരിപ്പിച്ചിട്ട് ഉറങ്ങാൻ പോവുള്ളൂ. അന്ന് രാത്രിയിൽ 9:30 മുതൽ 11:30 വരെ ഞാൻ വീണ്ടും കുമ്പസാരിപ്പിച്ചു. ഭക്ഷണം എല്ലാവരും അത് കഴിഞ്ഞാണ് കഴിച്ചത്. കാരണം അത്രയും പേര് അനുതാപത്തോടെ വന്നാണ്ട് അങ്ങനെ ചെയ്തു. പക്ഷേ ഏറ്റവും അവസാനം 11:30 ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അനുഭവിക്കാത്ത ആനന്ദം ഞാനിപ്പോൾ അനുഭവിക്കുന്നു. എൻ്റെ കർത്താവ് എന്നോട് കാണിച്ച കരുണയും സ്നേഹവും ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ പാപങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ മുമ്പിലില്ല, എൻ്റെ ഉള്ളിലില്ല. അതിനെക്കുറിച്ചുള്ള ഓർമ്മ പോലും എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റത്തക്ക വിധം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം അറിഞ്ഞിരിക്കുക, പാപം ക്ഷമിക്കുന്ന കർത്താവ്, പാപമോചനം നൽകുന്ന കർത്താവ്, പരിശുദ്ധാത്മാവിനെ നൽകുന്ന കർത്താവ്, അഭിഷേകം നൽകുന്ന കർത്താവ് കുമ്പസാരക്കൂട്ട് കാത്തിരിക്കുന്നു. ധൂർത്തപുത്രൻ്റെ പന്നിക്കുഴിയിൽ നിന്ന് കൂട്ടുകാരുടെ കൂടെ ധൂർത്തടിച്ച് എല്ലാം നശിപ്പിച്ച് പണമില്ലാത്തവനെത്തുന്ന അവസ്ഥയിൽ നിന്നൊക്കെ തിരികെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരാൻ പിതാവ് കാത്തിരിക്കുന്നത് പോലെ ഇതാ അനുദപിക്കുന്ന ബാബി തൻ്റെ പക്കലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ദൈവം എല്ലാവരുടെ ഹൃദയവാതിലും മുട്ടിക്കൊണ്ട് കാത്തിരിക്കുന്നു. ഈ നോമ്പ് കാലത്ത് ഒരു നല്ല കുമ്പസാരത്തിനെ നമുക്ക് ഒരുങ്ങാം. അവിടുന്ന് പാപം ക്ഷമിക്കുന്നവൻ മാത്രമല്ല, പാപക്ഷമയുടെ കൂടെ ഉപരി വളർച്ചയ്ക്ക് വേണ്ട കൃപയും നമുക്ക് സമൃദ്ധമായി നൽകുന്നവനാണ്. ഈശോയെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളിലേക്കും പാപത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ബന്ധന മേഖലകളിൽ നിന്ന് വിടുതലും അഭിഷേകവും അനുഗ്രഹവും നിറച്ചു നൽകണമേ. ഒരു നല്ല കുമ്പസാരം നടത്തി പാപമോചനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ എല്ലാവരെയും ഈ നോമ്പ് കാലത്ത് സഹായിക്കണമേ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.